നെക്സ്റ്റ് ടോപ്പിക്കാണ് റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനൽമെൻറ്റ് ഓഫ് ഫോർഫീച്ചർ ആയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ആ ഷെയർ ഹോൾഡർ അദ്ദേഹത്തിൻ്റെ പൈസ എന്താ പറയുക, എന്തെങ്കിലും ഡ്യൂ വരുത്താണ്, എന്തെങ്കിലും അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് വീണ്ടും ആ ഷെയർസ് വീണ്ടും മേടിക്കുക, അല്ലെങ്കിൽ അവർ പറഞ്ഞ ഇൻട്രസ്റ്റിൽ അവർ അത് പേ ചെയ്യുന്നതാണ് അനൽമെൻറ്റ്. നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ് റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് എന്ന് പറഞ്ഞത്, ഇപ്പോൾ ഈ എന്താ പറയുക, ഒരു വ്യക്തി, ഇപ്പോൾ എ എന്ന് പറഞ്ഞ വ്യക്തി എന്താ പറയുക, കോൾസും വിളിച്ചിട്ടില്ല, അലോട്ട്മെൻ്റ് ഒന്നും അങ്ങനെ ഒന്നും വിളിക്കാണ്ട് നോട്ടീസും കാര്യങ്ങളും അയച്ചു, ഒന്നും ചെയ്യാണ്ടാകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും, അത് വേറെ ആൾക്ക് കൊടുക്കും. വേറെ ആൾ റിക്വസ്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ വേറെ ആൾക്കത് റീഇഷ്യൂ ചെയ്യും. അതായത് വേറെ ആൾക്ക് കൊടുക്കുന്നതിനാണ് റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ അനൽമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അനൽമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പനി ഈ ഷെയർ ഹോൾഡറിന് ആദ്യം മേടിച്ച എന്ന് പറഞ്ഞ വ്യക്തിയുടെ മേടിച്ച ഷെയർസ് എന്താ ചെയ്യാൻ പറ്റും, അയാൾക്കത് എന്താ പറയുക, തിരിച്ചു കൊടുക്കാം. അത് കമ്പനിക്ക് അത് ബാധ്യതയാണ്. തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അവർക്ക് ആ ഷെയർസ് തിരിച്ചു കൊടുക്കാം. പക്ഷേ ഇതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ്, കമ്പനിക്ക് അത് ലാഭമാവും, അത് റിസർവ് അക്കൗണ്ടിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇൻ ദ ടൈം ഓഫ് വൈൻഡിങ് ഓഫ് കമ്പനിയൊക്കെയാണ്, കമ്പനി വൈൻഡിങ് ആവാണ്. ആ സമയത്ത് ഈ ഇതുവരെയായിട്ട് അടയ്ക്കാത്ത ഷെയർസ് ഒന്നും അടയ്ക്കാത്ത വ്യക്തി വന്നിട്ട് ഷെയർസ് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് കമ്പനി കൊടുക്കാം. അതേപോലെ തന്നെ അതുവരെ കൊടുക്കുകയും ചെയ്യാം. ഇനി റീഇഷ്യൂ ആകുമ്പോൾ കമ്പനിയിൽ ഇപ്പോൾ ഇനിയൊരു വ്യക്തി, വേറൊരു വ്യക്തി അലോട്ട്മെൻറ്റ് വരെ അടച്ചു എന്ന് വയ്ക്കുക, കമ്പനി അലോട്ട്മെൻറ്റ് വരെ അടച്ചു എന്ന് വയ്ക്കുക, ഷെയർ ഹോൾഡർ അലോട്ട്മെൻറ്റ് വരെ അടച്ചു, ബാക്കിയൊന്നും അടച്ചിട്ടില്ല, എന്നിട്ട് ഇയാൾ ഒരു കാര്യം എടുത്തില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും, വേറെ ആൾ വന്നിട്ട് അയാളുടെ ഷെയർ മേടിക്കുകയെന്ന് വയ്ക്കുക. അപ്പോൾ ഈ കമ്പനിക്ക് എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് വരെ കിട്ടണത് ലാഭമാണ്, അപ്പോൾ വേറൊരാൾക്ക് കൊടുക്കുന്നതും ലാഭമായിട്ടാണ് ഉണ്ടാവുന്നത്. എ കമ്പനി മേ റീഇഷ്യൂ ദ ഫോർഫീറ്റഡ് ഷെയർ അറ്റ് എനി ടൈം ഇറ്റ്സ് ലൈക്ക്. കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും റീഇഷ്യൂ ചെയ്യാം ഫോർഫീറ്റഡ് ചെയ്ത ഷെയർസ്, അതായത് വേണ്ടാന്ന് വെച്ച ഷെയർസ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, റീഇഷ്യൂ ചെയ്യാം. If in articles of association, company can reissue the forfeited shares at par. ഏത് വേണമെങ്കിലും പാറിലോ അല്ലെങ്കിൽ പ്രീമിയത്തിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ കാര്യങ്ങൾ റീഇഷ്യൂ ചെയ്യാം. പക്ഷേ ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ ഷുഡ് നോട്ട് എക്സീഡ് ദ ഫോർഫീറ്റഡ്. ഇപ്പോൾ ഡിസ്കൗണ്ടൊക്കെ കൊടുക്കാം, പക്ഷേ ഫോർഫീറ്റ് ചെയ്ത എമൗണ്ട് വരെ മാത്രമാണ്. ഇപ്പോൾ ഒരു വ്യക്തി 3 രൂപയാണ് 10 ഷെയർസിന് 3 രൂപ വരെ അടച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒന്നെങ്കിൽ 9 അല്ലെങ്കിൽ 8 7 വരെ നമുക്ക് കൊടുക്കാം. 3 അടച്ചിട്ടുണ്ടെങ്കിൽ അതിന് താഴേക്കുള്ള ഷെയർസിന് കുറയ്ക്കാൻ പാടില്ല, ഫോർഫീറ്റ് ചെയ്ത എമൗണ്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് എന്തെന്നാണ് റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഓഫ് ഷെയർസ്. വേറെ ഒരു ഷെയർ ആരും വിളിക്കണില്ല, ഒരു ഷെയർ ഹോൾഡർ ആ കാര്യങ്ങളൊന്നും വിളിക്കണില്ല, അദ്ദേഹം പറഞ്ഞ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അടയ്ക്കാൻ റെഡി ആവാണ്ടാകുമ്പോൾ ഈ നിലവിലുള്ള കമ്പനിയിലുള്ള ഷെയർ വേറൊരു വ്യക്തിക്ക് കൊടുക്കുന്നതിന് പറയുന്നതാണ് റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് എന്ന് പറയുന്നത്. അതിൽ എന്താ പറയുക, ജേണൽ എൻട്രീസ് ഉണ്ട്. ജേണൽ എൻട്രി ഓൺ റീഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയുമ്പോൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഡിസ്കൗണ്ട് ആണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. അതാണ്. ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കൂടുതൽ കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഓരോ കേസസ് ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ. എ കമ്പനി ഫോർഫീറ്റഡ് 50 ഷെയർസ് ഓഫ് 10 ഈച്ച് ഇഷ്യൂഡ് അറ്റ് 10% ഓഫ് പ്രീമിയം ആൻഡ് ടു ബി കളക്റ്റഡ് ടു ദ ടൈം ഓഫ് അലോട്ട്മെൻറ്റ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ 10 ഷെയർസിൽ 10 ഈച്ച് ഷെയർസ്, അതിൽ 10% എന്ന് പറയുമ്പോൾ 10% എന്ന് പറഞ്ഞാൽ ഒരു ഇതായിരിക്കും പ്രീമിയം അടച്ചിട്ടുണ്ടാവും, 1% അല്ലെ. 10% പ്രീമിയം എന്ന് പറഞ്ഞാൽ അത് അലോട്ട്മെൻറ്റ് ടൈമിൽ 1% ആയിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക. ഓൺ വിച്ച് ഫസ്റ്റ് കോൾ ഓഫ് 3 per share ആർ നോട്ട് റിസീവ്ഡ്. അതായത് ഫസ്റ്റ് കോളിൽ എന്താണ് ചെയ്തിരിക്കുന്നത്, 3 റിസീവ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് കോൾ റിസീവ് ചെയ്തിട്ടില്ല. കമ്പനി ഹാസ് നോട്ട് എവർ കോൾഡ് അപ്പ് ദ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ 2 per share.
അപ്പോൾ സെക്കൻഡും ഫൈനൽ കോളും വിളിച്ചിട്ടില്ല കമ്പനി, അത് അപ്പോഴേക്കും ഫോർഫീറ്റ് ചെയ്തു. സോ ദ ഗിവിംഗ് ജേർണൽ എൻട്രീസ് റിഗാർഡിംഗ് ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഇൻ ദ ഫോളോയിങ് ആൾട്ടർനേറ്റീവ് കേസസ്. അപ്പോൾ ഇതിൽ കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ 8 ആണ് വരിക. കാരണം 8 എന്ന് പറയുമ്പോൾ അതായത് ഈ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്താണ്, വിളിച്ചിട്ടേ ഇല്ല. സോ അതുകൊണ്ട് ആ സെക്കൻഡ് അപ്പോൾ നമ്മുടെ കോൾ അപ്പ് വാല്യൂ എത്ര, 8. അതായത് കമ്പനിക്ക് എത്ര ഷെയർസ് ഉണ്ട്, 50 ഷെയർസ് ഉണ്ട്. അതായത് 10 രൂപ ഈച്ചായിട്ട് കൊടുത്തു. 10 രൂപയാണ് അതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. അതിൽ 10ൻ്റെ 10% പ്രീമിയം. അപ്പോൾ 10ൻ്റെ 10% പ്രീമിയം എന്ന് പറഞ്ഞാൽ 1 രൂപ വെച്ചിട്ടാണ് അലോട്ട്മെൻറ്റിൽ എന്താണ് കമ്പനി കളക്ട് ചെയ്തുകൊണ്ടത്. ഫസ്റ്റ് കോള് വിളിച്ച് അത് അവർക്ക് കിട്ടിയിട്ടില്ല, കമ്പനിക്ക് ഫസ്റ്റ് കോള് കിട്ടിയിട്ടില്ല. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അപ്പോൾ അതുകൊണ്ട് എന്താണ് വിളിച്ചിട്ടില്ല, അത് ഫോർഫീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമ്മൾ എന്താ ചെയ്യണത്, അപ്പോൾ നമ്മൾ ഇതിൽ കോൾഡ് അപ്പ് വാല്യൂ, അതായത് കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10 രൂപയാണല്ലോ ഷെയർസിൻ്റെ വില. ആ 10 രൂപയിൽ നിന്ന് എത്ര രൂപ മൈനസ് ചെയ്യണം, 2 രൂപ. ഷെയർസ് വിളിച്ചിട്ടില്ല, ഫൈനൽ കോൾ വിളിച്ചിട്ടില്ല. അപ്പോൾ 10 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 8 രൂപയാണ് അതിൻ്റെ കോൾഡ് അപ്പ് വാല്യൂ. അപ്പോൾ നമുക്ക് ഓരോ കേസസിൽ ഫസ്റ്റ് കേസ് നമുക്ക് ഫോർഫീച്ചറിൻ്റെ എല്ലാം സെയിം ആണ്. സോ ഫസ്റ്റ് ഫോർഫീച്ചറിൻ്റെ ജേർണൽ എൻട്രി എഴുതാം, പിന്നെ റീഇഷ്യൂവിൻ്റെ ജേർണൽ എൻട്രി, അങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഓരോ കേസ് പറഞ്ഞിട്ട് നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞത് പാറാണെങ്കിൽ അല്ലെങ്കിൽ ഓർ പ്രീമിയം ആണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റ് അതായത് എമൗണ്ട് റിസീവ്ഡ് ഇൻ റീഇഷ്യൂ ഓർ ക്യാപിറ്റൽ അക്കൗണ്ട് വിത്ത് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് റീഇഷ്യൂ. ജേർണൽ എൻട്രി ഓൺ റീഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് ആണെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്ന പാർ അറ്റ് പ്രീമിയം ആണ് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി വെൻ ജേർണൽ എൻട്രി ഈസ് പ്രീമിയം ആണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് വിത്ത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. അതൊക്കെയാണ്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഷെയർ ഫോർഫീറ്റഡ് വെൻ ഷെയർസ് ഫോർഫീറ്റ് ആകുമ്പോൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഇതൊക്കെ നമുക്കൊരു ഈ പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് കേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് കേസ് 1, ഇഫ് 30 of shares were reissued has ₹8 paid up at 9 per share. ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്, നമ്മൾക്ക് 30 ഷെയർസാണ് ഉള്ളത്. 30 ഷെയർസാണ് എന്ത് ചെയ്തേക്കുന്നത്, കമ്പനി എന്ത് ചെയ്തേക്കുന്നത്, റീഇഷ്യൂ ചെയ്തത്. അതിൻ്റെ കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറഞ്ഞത് എത്ര രൂപയായിരിക്കും, 8 രൂപയായിരിക്കും അതിൻ്റെ കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം ഒരു കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത് 8 രൂപ. ഒന്നുകൂടി 8 രൂപ അപ് ടു 9 per share. 9 per share എന്ന് പറഞ്ഞാൽ 1 രൂപ പ്രീമിയം കൂട്ടിയിട്ട് 9 രൂപയാക്കി. 8 രൂപ ഉള്ള ഷെയർ 9 രൂപയാക്കി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ക്വസ്റ്റ്യൻ പ്രീമിയം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. 8 രൂപ ഷെയർ അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞത് 8 രൂപയാണ്. പക്ഷേ അതിനെ ഒരു രൂപയും കൂടി കൂട്ടിയിട്ട് 9 രൂപയ്ക്കാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. അപ്പോൾ ഫേസ് വാല്യൂ 1 രൂപ കൂടുകയാണെങ്കിൽ എന്താണ്, നമ്മളത് പ്രീമിയം ആക്കിയിട്ടാണ് എടുക്കാമെന്ന് നമ്മൾ ഇത്ര ക്ലാസ്സിൽ നമുക്ക് അറിയാമല്ലോ. അപ്പം അതാണ് ആദ്യത്തേത്. അപ്പോൾ അത് എന്താണ് എന്നിട്ട് പ്രീമിയം ആക്കിയിട്ടാണ് എടുക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രീമിയം ആണെന്ന് നമുക്കതിന്ന് മനസ്സിലാക്കാം. 30 കമ്പനിയുടെ എത്ര ഷെയർസ് ഉണ്ട്, 50 ഷെയർസ് ഉണ്ട്. അതിൽ 30 ഷെയർസാണ് എന്തെന്ന് പറയുന്നത് കമ്പനി എന്ത് ചെയ്യുന്നത്, റീഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ കോൾഡ് അപ്പ് വാല്യൂ എത്രയാണ്, 8 രൂപ. ആൻഡ് അതിൻ്റെ ഹാസ് പെർ അത് 8 രൂപയുള്ള ഷെയർ അത് 9 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസ്. നമ്മൾ അതിൻ്റെ ജേർണൽ എൻട്രി ചെയ്താൽ നമ്മൾ ആദ്യം അതിൻ്റെ ഫോർഫീച്ചറിൻ്റെ ജേർണൽ എൻട്രി. എല്ലാ ഫോർഫീച്ചർ ഇവിടുന്ന് അങ്ങോട്ട് കോമൺ തന്നെയാണ് ഫോർഫീച്ചറിന്, അതിൻ്റെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സാധാരണ ഫോർഫീച്ചർ നമ്മുടെ പ്രീമിയത്തിൻ്റെ ഫോർഫീച്ചറിൻ്റെ എന്താണ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ്. ഷെയർ ക്യാപിറ്റലാണല്ലോ നമ്മുടെ പ്രീമിയത്തിൻ്റെ ജേർണൽ എൻട്രി ഓർമ്മയുണ്ടല്ലോ ഫോർഫീച്ചറിൻ്റെ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ്. പിന്നെ അതെത്രയാണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞത്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് 50 × 8. എത്ര ഷെയർസാണ് കമ്പനിക്ക് അലോട്ട് ചെയ്തേക്കുന്നത്, 50 ഷെയർസാണ്. അപ്പോൾ അതിൻ്റെ കോൾഡ് അപ്പ് വാല്യൂ എത്രയാണ്, 8. അപ്പോൾ മൊത്തം എത്ര ഇടണു, 400 രൂപ നമുക്ക് കിട്ടണം.
എൻട്രി ഓഫ് ഫോർഫീച്ചറിൻ്റെ എന്താണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 50 × 8 400 രൂപ കോൾഡപ്പ് എന്ന് പറഞ്ഞത്. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്തെന്ന്, അലോട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് കോളും ഫൈനൽ കോളും ആണ് എന്തെന്ന് പറഞ്ഞത് വിളിക്കാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കോള് എന്താ പറയുക, അലോട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളാണ് എന്തെന്ന് വെച്ചത് റിസീവ് ചെയ്യാത്തത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എന്താണ് റിസീവ് ചെയ്യാത്തത് സൈഡിൽ എഴുതുക, അതാണ് റിസീവ് ചെയ്യാത്തത് എഴുതി. സോ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 50 × എത്രയാണ് കോള്, ഫസ്റ്റ് കോള് 3 rupees. അത് അപ്പോൾ എത്രയാണ് 50 × 3 150. നെക്സ്റ്റ് എന്നാണ് നമ്മൾ എന്താണ് ഫോർഫീറ്റഡ് ആണ്. ഫോർഫീറ്റഡ് എത്ര ഷെയർസ് വിളിച്ചു, എത്ര ഷെയർസ് വിളിച്ചു, അപ്ലിക്കേഷനും അതേപോലെ തന്നെ നമ്മുടെ അലോട്ട്മെൻറ്റും ഫസ്റ്റ് കോളും, അങ്ങനെ മൊത്തം 5 രൂപ. 5 രൂപ എന്ന് പറയുന്നത് എത്രയാണ്, 50 × 5 250 രൂപ. നമ്മൾ നരേഷൻ ചെയ്ത് ബിയും 50 shares ഫോർഫീറ്റഡ് ഫോർ നോട്ട് പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് കോൾ. ഇങ്ങനെയൊന്നും നിങ്ങൾ ജേർണൽ എൻട്രി ചെയ്തരുത്. ഞാൻ എഴുതിയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരണം. നിങ്ങൾ വരച്ചിട്ട് നല്ല വൃത്തിക്ക് തന്നെ എഴുതണം. എൻ്റെ പോലെ എഴുതരുത്, നിങ്ങൾ വൃത്തിക്ക് എഴുതണം. ഓക്കെ. ഇനി കേസ് 1 റീഇഷ്യൂ ചെയ്യാൻ പോവാണ്. നമ്മുടെ കമ്പനിയിൽ എന്താണ് റീഇഷ്യൂ ചെയ്യാൻ പോവാം. അപ്പോൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രീമിയത്തിൻ്റെ ജേർണൽ എൻട്രി ചെയ്യുന്നതാണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്നാണ്. ഓക്കെ. അപ്പോൾ കമ്പനിക്ക് കിട്ടുകയാണ്, റീഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് എന്താണ് പൈസ കിട്ടുകയാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് എത്ര രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്യണത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റീഇഷ്യൂ എത്രയാണ് ചെയ്യണത്, 30 രൂപയാണ് കമ്പനി എന്ത് ചെയ്യണത് അലോട്ട് ചെയ്യണത്. കമ്പനി എത്ര രൂപയാണ്? കേസ് 1 ശ്രദ്ധിക്കുക, കേസ് 1 എത്ര ശ്രദ്ധിക്കുക, 30 ഷെയർസിൻ്റെ ആണ്. അപ്പോൾ 30 × 9 എത്രയാ 270. ടു എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഷെയർ ക്യാപിറ്റൽ വിത്ത് എമൗണ്ട് ക്രെഡിറ്റഡ് ഹാസ് പെയ്ഡപ്പ് ചെയ്തത്. എത്രയ്ക്കാണ് പെയ്ഡപ്പ് ചെയ്തത്? 30 ഷെയർസ് എന്താണ് ചെയ്തിരിക്കുന്നത്, 30 × 8 എത്രയാണ് 240. ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ദ എമൗണ്ട് ഓഫ് പ്രീമിയം ഓൺ റീഇഷ്യൂ. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, അതായത് അത് തിയറിയിലുണ്ട്. അത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ എമൗണ്ട് പ്രീമിയത്തിൽ എത്രയാണോ റീഇഷ്യൂ ചെയ്ത് എത്രയാണോ പ്രീമിയം അടച്ചിരിക്കുന്നത് 1 രൂപ. അപ്പോൾ 30 × 1 എന്ന് പറഞ്ഞത് 30 രൂപ. അപ്പോൾ 240 + 30 270 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുന്നത് റീഇഷ്യൂവിൻ്റെ ടൈമിൽ. മനസ്സിലായല്ലോ? നമ്മുടെ പ്രീമിയത്തിൻ്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എത്ര, അതിൻ്റെ എമൗണ്ട് റിസീവ്ഡ് ഓൺ റീഇഷ്യൂ, എത്ര എമൗണ്ടാണ് റീഇഷ്യൂ ചെയ്തത്, എത്ര എമൗണ്ടാണ് റീഇഷ്യൂ ചെയ്തേക്കുന്നത്, 9 രൂപയ്ക്കാണ് കമ്പനി എന്ത് ചെയ്തേക്കുന്നത് റീഇഷ്യൂ ചെയ്തിരിക്കുന്നത്. സോ 30 × 9 അത് 270. ടു ഷെയർ ക്യാപിറ്റൽ പെയ്ഡപ്പ് എത്രയാണ് പെയ്ഡപ്പ് ചെയ്തത്, ആകെ എത്ര പെയ്ഡപ്പ് ചെയ്തത് 8 രൂപയ്ക്കാണ് പെയ്ഡപ്പ് ചെയ്തത്. അപ്പോൾ 8 രൂപയാണ് നമ്മുടെ കോൾഡപ്പ് ചെയ്തത്. എത്ര രൂപയാണ്? 8 രൂപയാണ് കോൾഡപ്പ് അപ്പോൾ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 30 × 8 എന്ന് പറഞ്ഞത് 240. ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയാണ് പ്രീമിയം നമ്മുടെ കമ്പനി അയക്കുന്നത് 1 രൂപ. അപ്പോൾ 30 × 1 30 രൂപ. അതിൻ്റെ നരേഷൻ ബീയിങ് 30 shares റീഇഷ്യൂഡ്. നെക്സ്റ്റ് ജേർണൽ എൻട്രി എഴുതണ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ജേർണൽ എൻട്രി എഴുതണ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി ഒരു വ്യക്തി, ഒരു കമ്പനി എന്നൊരു വ്യക്തി കമ്പനി എത്ര ഷെയർസിനാണ് വിറ്റത്? എത്ര ഷെയർസാണ്? 50 ഷെയർസിൻ്റെ എത്രയാണ്? 5 എണ്ണമാണ് എന്ത് വിറ്റത്. അങ്ങനെ കമ്പനിക്ക് എത്ര രൂപ കിട്ടി? 250 രൂപ അല്ലേ? എത്ര ഷെയർസാണ് ഫോർഫീറ്റ് ചെയ്തത്? 250 ഷെയർസ്. കമ്പനിക്ക് എത്രയാണ് പേ ചെയ്തത്? ആകെ അപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് മണി അല്ല ചെയ്തത് 2 3. അപ്പോൾ എത്രയാണ് മൊത്തം കിട്ടിയത്? മൊത്തം 5. അതായത് കമ്പനിക്ക് എത്ര രൂപ കിട്ടിയത്? അലോട്ട്മെൻറ്റ് കിട്ടിയത് എത്രയാണ്? 250 ഷെയർസാണ് എന്ത് ചെയ്യുന്നത് കമ്പനിക്ക് കിട്ടുന്നത്. ഈ ഷെയർസ് എന്ത് ചെയ്യുന്നു ഇവർ? അത് ആ കമ്പനി അത് ഫോർഫീറ്റ് ചെയ്യാണ്, അത് വേണ്ടാന്ന് വയ്ക്കുകയാണ്. ഈ ഷെയർ എൻ്റെ
ഈ കമ്പനി എത്ര ഷെയർ വിൽക്കുന്നു? 30 ഷെയർസ് വിൽക്കുന്നു. ക്വസ്റ്റ്യനിൽ എത്ര ഷെയർസ് വിൽക്കണത്? കമ്പനി എന്താ റീഇഷ്യൂ ചെയ്യണം? 30. 50 ഉള്ള ഷെയർസ്, 50 രൂപ ഉള്ള ഷെയർസ് അവരെന്ത് ചെയ്യുന്നു? 30 ഷെയർസ് അവരെന്ത് ചെയ്യുന്നു? റീഇഷ്യൂ ചെയ്യുന്നു. ബാക്കി 20 ഷെയർസാണ് ആ വ്യക്തി അടച്ചുണ്ടാവുക. ആ വ്യക്തി എന്ന് പറഞ്ഞത് ഇപ്പം ഈ ഇൻഷ്യൂ ചെയ്യും, ആ വ്യക്തി അടച്ച് 20 ഷെയർസ് ആയിരിക്കും ആ വ്യക്തി അടച്ച്. ആ വ്യക്തിക്ക് ആ 20 ഷെയർസിൽ മാത്രമാണ് അവകാശം. അത് അലോട്ട്മെൻറ്റും അപ്ലിക്കേഷനും മാത്രം കൊടുത്ത് ആ 20 ഷെയർസിൽ മാത്രം ആർക്ക് അധികാരമുള്ളൂ? ഈ അടച്ച വ്യക്തിക്ക് അധികാരമുള്ള. ബാക്കി 30x5, അതായത് 150 രൂപ ഷെയർ കമ്പനിക്ക് എന്താണ്? റിസർവ് ആണ്. അവ കമ്പനിക്ക് കിട്ടുന്ന ലാഭമാണ്. അല്ലേ വരണത്? മനസ്സിലായാവോ? ഒരു കമ്പനിക്ക് എത്ര ഷെയർസ് ഉണ്ടായിരുന്നു? 50 ഷെയർസ് ഉണ്ടായിരുന്നു. ആ വ്യക്തി എത്ര ഷെയർസ് വിളിച്ചേക്കണം? 5 ഇതാണ് വിളിച്ചേക്കുന്നത്, അതായത് അലോട്ട്മെൻറ്റ് അപ്ലിക്കേഷൻ. അപ്പോൾ 50 × 5 എന്ന് പറഞ്ഞാൽ 250 രൂപയാണ് അവർക്ക് കിട്ടിയത്. ഈ 250 എന്ത് ഷെയർസ് എന്ത് ചെയ്യണത്? ഫോർഫീറ്റ് ചെയ്യാണ് ചെയ്യണത്. ഈ 50 ഉള്ള ഷെയർസിൽ 30 ഷെയർസാണ് എന്ത് ചെയ്യണത്? റീഇഷ്യൂ ചെയ്തൊരു മറ്റൊരാൾക്ക് വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നത്. ആ വ്യക്തിക്ക് ഈ 20 ഷെയർസിൽ എന്താ പറയുക അവകാശം ഇല്ല. ആ വ്യക്തിക്ക് എന്താണ്? 30 ഷെയർസിൽ മാത്രമാണ് അവകാശം. അപ്പം ആദ്യം വിളിച്ചിരുന്ന ആ വ്യക്തിക്ക് 30 ഷെയർസിൽ യാതൊരു അധികാരമില്ല. 20 ഷെയർസിൽ മാത്രമാണ് എന്തെന്ന് പറഞ്ഞാൽ അധികാരമുള്ളൂ. സോ കമ്പനിക്ക് എന്താണ് ഈ 30 × 5 എന്ന് പറഞ്ഞത് 150 രൂപ കമ്പനിക്ക് എന്താണ്? പ്രോഫിറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. സോ നമുക്ക് അതിൻ്റെ ജേർണൽ എൻട്രി എന്താണ്? അത് ഫോർഫീറ്റ് ചെയ്യണം. റീഇഷ്യൂ ചെയ്തത് ഫോർഫീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യണത്. അതാണ് ഷെയർസ് ഫോർഫീറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു. അത് എത്ര? 30 × 5, അതായത് 150 ടു ക്യാപിറ്റൽ റിസർവ് 150 ബീൻ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസ്. ഇവിടുന്ന് അങ്ങോട്ട് എന്തെന്നാണ് ഫോർഫീറ്റ് ചെയ്യണത്? ഷെയർസൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് വരാണത്. അതുപോലെ ഫോർഫീച്ചറിൻ്റെ കേസസൊക്കെ സെയിം ആയിട്ട്, അതുകൊണ്ട് ഫോർഫീച്ചർ എഴുതുന്നില്ല. നെക്സ്റ്റ് കേസ് 2. ഇഫ് 30 ഓഫ് ദിസ് ഷെയർസ് were issued has 8 called up for 8 per share. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവണത്? ഈ കേസ് എങ്ങനെയായിരിക്കും? അറ്റ് പാർ ആയിരിക്കും അല്ല മക്കളെ? ഇഫ് 30 of these shares were reissued has 8 രൂപയ്ക്ക് എന്താണ് കോൾഡ് അപ്പ് ഫോർ എത്ര ഷെയർസിന്? 8 രൂപയ്ക്ക്. സെയിം, അതായത് ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അത് കൂടുതലൊന്നും കുറയൊന്നും ചെയ്തിട്ടില്ല, അത് സെയിം ആയിട്ട് തന്നെയാണ് പോണത്. സോ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാറാണ്, പാറിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി എന്താണ്? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റ്, അതായത് നമ്മുടെ എമൗണ്ട് എത്രയാണ് റിസീവ് ചെയ്തത്, റിസീവ്ഡ് ഓൺ റീഇഷ്യൂ ടു ഷെയർ ക്യാപിറ്റൽ വിത്ത് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് റീഇഷ്യൂഡ്. അപ്പോൾ പാറിൻ്റെ ജേർണൽ എൻട്രി എന്താ? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ദെൻ അപ്പോൾ നമുക്കതിൻ്റെ ഇതിലേക്ക് നോക്കാം, ജേർണൽ എൻട്രി നോക്കാം. കേസ് 2, ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര ഷെയർസാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 30 ഷെയർസ്. 30 × എത്ര കോൾഡ് അപ്പ് ചെയ്തിട്ടുണ്ട്? 8. 30 × 8 എത്രയാണ്? 240 രൂപ. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 240 രൂപ. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായാലും 30 ഷെയർസ് എത്ര? ഇത് എളുപ്പമാണ്, പാറാകുമ്പോൾ എളുപ്പമാണ്, കുഴപ്പമില്ല, റിസ്ക് ഇല്ല. സോ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് എത്രയാണ്? 30 രൂപ. 30 × 8 എന്ന് പറയുന്നത് 30 രൂപയ്ക്കാണ് ഷെയർസ് അലൗട്ട് ചെയ്തേക്കുന്നത്. സോ 30 എത്രയാണ് കോൾഡ് അപ്പ് വാല്യൂ? റീഇഷ്യൂന് 8 rupees. സോ 30 × 8 240 രൂപ. അത് തന്നെയാണ് ഷെയർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 240. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് അടുത്തത് എന്തുണ്ടാവണോ? ഫോർഫീറ്റ് ഷെയർസ് റീഇഷ്യൂഡ്, ഫോർഫീറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് കമ്പനിക്ക് ലാഭം വരികയാണ്. എത്ര രൂപ? ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ എത്ര? നേരത്തെ അതേപോലെ തന്നെ ആ കമ്പനിക്ക് എന്താ ഉണ്ടാവുന്നത്? ലാഭം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? നേരത്തെ പോലെ 150 ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് 150. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് ഓൺ 30 ഷെയർസ് റീഇഷ്യൂ. ഇതാണ് നമ്മുടെ നാരേഷൻ വരുന്നത്.
അപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞത് അവരുടെ കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ 8 രൂപ, എത്രയാണ് നോമിനൽ വാല്യൂ 8 രൂപ തന്നെ. അപ്പോൾ അതിൻ്റെ നമുക്കത് നോക്കിയാൽ നമുക്ക് അറിയണം അത് പാറാണോ അല്ലെങ്കിൽ അത് പ്രീമിയം ആണോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആണോ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. പ്രീമിയം ആകുമ്പോൾ കുറച്ച് കൂടുതൽ, പാറാണെങ്കിൽ സെയിം വാല്യൂ. സോ അതുകൊണ്ട് സെയിം വാല്യൂ ആയതുകൊണ്ട് അത് പാറാന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ പാറിൻ്റെ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ജേർണൽ എൻട്രീസ് ഇതുപോലൊരു പേപ്പറിൽ എടുത്തിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ടൈം ആകുമ്പോൾ അത് എളുപ്പമായിരിക്കും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരുന്നു. പിന്നെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. ഇനി നമുക്കിനി തേർഡ് കേസ് നോക്കാം. തേർഡ് കേസിൽ എന്താ പറയുന്നത്? ഇഫ് 30 ഓഫ് ദിസ് ഷെയർസ് were issued ഹാസ് 8 കോൾഡ് അപ്പ് ആണ് ഫോർ 7 per ഷെയർ. 7 എന്ന് പറയുമ്പോൾ എന്താണ്? 1 രൂപ കുറച്ചിട്ടാണ് തരുന്നത്. ദാറ്റ് മീൻസ് ഡിസ്കൗണ്ട് ആണ്, 1 രൂപ കുറച്ചിട്ടാണ് തരുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞത് 9 രൂപ. അപ്പോൾ 1 രൂപ വാല്യൂ കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതെന്തെന്ന് പറയണത് നമ്മളത് പ്രീമിയം ആയിട്ട് എടുത്തു. നെക്സ്റ്റ് സെക്കൻഡ് കേസ് പറയുമ്പോൾ സെയിം വാല്യൂ ആയിട്ട് തന്നെയാണ് അവരെന്ത് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. സോ നമ്മളതിനെ പാറായിട്ട് എടുത്തു. നെക്സ്റ്റ് നമുക്ക് എന്താണ് ആ 7 rupees 7, അതായത് ഇപ്പം 8 രൂപയുള്ള ഷെയർസ് 7 രൂപയ്ക്ക് കൊടുക്കുന്നു. അതായത് 7 രൂപ എന്ന് പറയുന്നത് 1 രൂപ കുറച്ചിട്ട് ആ 1 രൂപ എന്തെന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ജേർണൽ എൻട്രിയിലേക്ക് പോവാം. അതിൻ്റെ ജേർണൽ എൻട്രി സാധാരണ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് ജേർണൽ എൻട്രി ഓൺ റേഷ്യോ ഷെയർസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് വിത്ത് എമൗണ്ട് റിസീവ് ഓൺ റീഇഷ്യൂ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് എന്തെന്നാണ് നമ്മുടെ ജേർണൽ എൻട്രി വരുന്നത്. ഡിസ്കൗണ്ടിൻ്റെ ജേർണൽ എൻട്രി അറ്റ് ഇഷ്യൂഡ് അറ്റ് പാർ ഓർ പ്രീമിയം എന്താ പറയുക ജേർണൽ എൻട്രി റീഇഷ്യൂവിൻ്റെ ഡിസ്കൗണ്ടിൽ റീഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി എന്താ വരിക? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എമൗണ്ട് റിസീവ്ഡ് ഓൺ റീഇഷ്യൂ, ഷെയർ ഫോർഫീറ്റഡ് എന്ന് പറഞ്ഞത് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ റീഇഷ്യൂ, ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റഡ് ഹാസ് പെയ്ഡ് അപ്പ്. അപ്പോൾ ഇതിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിക്ക് എത്രയാണ് റിസീവ് ചെയ്തിട്ടുണ്ടാവുക? ബാങ്കിക്ക് ഇത്രയും വന്നിട്ടുണ്ടാവുക. എത്ര രൂപയ്ക്ക് ഡിസ്കൗണ്ട് കൊടുത്തത്? 7 രൂപയ്ക്ക്. അപ്പോൾ 30 ഷെയർസ് 30 × 7 എന്ന് പറഞ്ഞത് 210 രൂപ. ഷെയർസ് ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റ് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് ആണ് എഴുതാൻ പറഞ്ഞത്. ഷെയർസ് ഇതിൽ ഡിസ്കൗണ്ട് ആണ് വരണമെങ്കിൽ ഷെയർസിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ എത്ര രൂപ വരിക? ഇതിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 രൂപയാണ് ആ വ്യക്തിക്ക് ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്ര ഷെയർസ് ഉണ്ടായിരുന്നു? 30 ഷെയർ. അപ്പോൾ 30 × 1 എന്ന് പറയുന്നത് 30 രൂപയാണ് അദ്ദേഹത്തിന് ഡിസ്കൗണ്ട്. ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണ് കോൾഡ് അപ്പ് ചെയ്തിരിക്കുന്നത്? 30 × 8, അതായത് 240 രൂപ ആണ് എന്തെന്ന് പറഞ്ഞത് ഷെയർസ് നമുക്ക് ചെയ്തേക്കണേ. അതിൻ്റെ നെറേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ റീഇഷ്യൂ ഓഫ് 30 ഓഫ് ഷെയർസ് ഹാസ് 8 പെയ്ഡ് അപ്പ് ഫോർ ₹7 എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ നെറേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞത് തേർഡ് കേസിൻ്റെ നമ്മുടെ ഡിസ്കൗണ്ടിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ സാധാരണ ജേർണൽ എൻട്രി ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, അതായത് വിത്ത് എമൗണ്ട് റിസീവ്ഡ് ഓൺ റീഇഷ്യൂ ചെയ്തതിൻ്റെ എമൗണ്ടാണ്. അപ്പോൾ എത്ര എമൗണ്ടാണ് അതർക്ക് ബാങ്കിലേക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നത്, റീഇഷ്യൂ ആയിട്ട് കിട്ടുന്നത്? 7 രൂപയ്ക്കാണ് റീഇഷ്യൂ ആയിട്ട് കിട്ടുന്നത്. സോ റീഇഷ്യൂ ഫസ്റ്റത്തെ ബാങ്കിലേക്ക് എത്രയും വന്നത് റീഇഷ്യൂ ചെയ്തത് 7 രൂപ ഡിസ്കൗണ്ട്. അപ്പോൾ 30 × 7 എന്ന് പറഞ്ഞത് 210. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എത്ര രൂപയ്ക്കാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഡിസ്കൗണ്ട് കിട്ടിയത് 30 × 1 30 രൂപ. അത് ഡിസ്കൗണ്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് ഡിസ്ക് എന്ന് എഴുതിക്കുന്നത് അത് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 30 × 8 240. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ടിൻ്റെ ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടിയെന്നാണ് പറയുന്നത്. സോ ഒരു 50 ഷെയർസ് ആയിരുന്നു നമ്മുടെ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. എത്ര ഉണ്ടായിരുന്ന? 50 ഷെയർസ്. അപ്പോൾ 250 × 5, അതായത് 250 ഷെയർസ് ആയിരുന്നു എന്തെന്ന് പറഞ്ഞാൽ മൊത്തം കിട്ടിയിരുന്നത്. പക്ഷേ 30 ഷെയർസാണ് എന്തെന്ന് പറഞ്ഞത് കമ്പനി റീഇഷ്യൂ ചെയ്തത്. അപ്പോൾ 30 × 5 എത്രയാണ്? 150 രൂപയാണ് അല്ലേ? നമുക്ക് ഫോർഫിറ്റ് ചെയ്തത് എത്രയാണ്?
നമുക്ക് ഷെയർസ് എത്രയാണ് ഉള്ളത്, ഷെയർസ് ഫോർഫിറ്റ്, അതായത് റിസർവിൽ എത്ര ഉണ്ടായിരുന്നത്, നമ്മുടെ കമ്പനിക്ക് എത്രയാണ് ലാഭം കിട്ടിയത്, 150 രൂപ ലാഭം കിട്ടി. അതിൽ എന്താണ് 7 രൂപയ്ക്കാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, അതായത് 1 രൂപയ്ക്കാണ് ഡിസ്കൗണ്ട് കൊടുത്തത്. 30 ഷെയർസ് 1 രൂപയ്ക്ക് ഡിസ്കൗണ്ട് കൊടുത്തെന്ന് പറയുന്നത് 30 × 1 എന്ന് പറയുന്നത് 30 രൂപ. അപ്പം 150 ഷെയർസിൽ നിന്ന് 30 രൂപ കുറച്ച 120 നമ്മുടെ എന്തെന്നാണത് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയണത്. അതായത് ഒരു വ്യക്തിക്ക് എത്ര ഷെയർസ് ഉണ്ടായിരുന്നു, 30 ഷെയർസ് ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 30 ഷെയർസ് ആയിരുന്നു ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ 30 എത്ര 5, അതായത് ഫോർഫിറ്റ് ചെയ്തത് എത്രയാണ്, 30 ഷെയർസിന് 5 രൂപ. അതായത് നമ്മുടെ നേരത്തെ റിസർവിലേക്ക് ഡിസ്കൗണ്ടിലേക്ക് എത്രയാണ് പോയിരുന്നത്, നമ്മുടെ മീൻസ് ഡിസ്കൗണ്ട് അല്ല സോറി, എത്രയായിരുന്നു പ്രോഫിറ്റ് പോയത്, 150 വെച്ചിട്ടായിരുന്നു പ്രോഫിറ്റ് പോയത്. അതിൽ എന്ത് ചെയ്തു, 30 ഷെയർസ് 1 രൂപ വെച്ചിട്ട് ഡിസ്കൗണ്ട് എന്താണ് ചെയ്തു. അപ്പോൾ 30 × 1 എന്ന് പറഞ്ഞത് എത്രയാണ്, 30 രൂപ. അപ്പോൾ 150 നിന്ന് എത്ര രൂപ കുറയ്ക്കണം, 30 രൂപ കുറയ്ക്കണം. അതായത് 120 അവിടുത്തെ എന്തെന്നാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ജേണൽ എൻട്രി ചെയ്താണ്. ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡെറ്റ് എത്ര രൂപയാണ് നമുക്ക് കിട്ടിയത്, ഡിസ്കൗണ്ട് ആയിട്ട് 120 രൂപ. ടു ക്യാപിറ്റൽ റിസർവ് എത്ര രൂപയാണ് ക്യാപിറ്റൽ റിസർവ്, 120 രൂപ. അത് നരേഷൻ ബീൻ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ 3 കേസാണ് എടുക്കുന്നുള്ളൂ. ബാക്കി 3 കേസ് അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.